ഇഗ്നു BHIE 143 ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് എന്നതിലെ ചോദ്യമാണ് ഡിസ്കസ് അബൌട്ട് ദ NGOs ആൻഡ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. NGOകളെ കുറിച്ചും ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുക എന്നതാണ് നമ്മൾ ചോദ്യം. Some of the major environmental movements in India during the period 1700s to 2000 are the following. 1700നും 2000നും ഇടയിൽ ഉണ്ടായി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ കുറിച്ചും ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നതിനെ കുറിച്ചും ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വൈഷ്ണവ് മൂവ്മെന്റ് ആണ് 1700കളിലാണ് ഇത് രൂപപ്പെട്ടു വന്നത്. ഇത് എവിടെയാണ് രൂപപ്പെട്ടത്? സ്ഥലം ഗജർലി ആണ്, മേർവാർ റീജിയൻ, രാജസ്ഥാനിലാണ് ഗജറി എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ ഈ പ്രസ്ഥാനം വൈഷ്ണവി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണ്? അമൃത ദേവി എന്നൊരു സ്ത്രീയാണ്. ഒപ്പം തന്നെ വൈഷ്ണവി ഗ്രാമീണരും അവരുടെ കൂടെ പങ്കുചേർന്നു. ഈ ഗജർലി എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഈ സ്ഥലത്തുള്ള ആ ഗ്രാമവാസികളാണ്, സറൗണ്ടിങ് വില്ലേജിലെ പീപ്പിൾ ആണ് ഇവര്. ഇനി ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? വാട്ട് വാസ് ദ എയിം? It was to save sacred trees from being cut down by the king's soldiers for a new palace. രാജാവിന് ഒരു പുതിയ കൊട്ടാരം ഉണ്ടാക്കണം. രാജാവിന്റെ ഭടന്മാർ കൊട്ടാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആ വനം വെട്ടിത്തെളിക്കാൻ വേണ്ടി വന്നു. തീർച്ചയായിട്ടും അത് അനുവദിച്ചില്ല എന്നതാണ് വൈഷ്ണവ മൂവ്മെന്റിന്റെ പ്രത്യേകത. അമൃത ദേവിയ എന്ന ഒരു ഗ്രാമീണ സ്ത്രീയാണ് അതിന് തടസ്സം നിന്നത്. സാധാരണഗതിയിൽ രാജഭരണത്തിൽ അങ്ങനെ ഒരു തടസ്സം നിൽക്കാൻ സാധ്യമല്ല. Amrita Devi, a female villager, could not bear to witness the destruction of both her faith and the villagers' sacred trees. കാരണം അവരുടെ വിശ്വാസം ആണ് ആ മരങ്ങൾ എന്ന് പറയുന്നത്. അവരെ മരങ്ങളെ ആരാധിക്കുന്നു. ആ വൈഷ്ണവ ഗ്രാമത്തിലെ ഗ്രാമവാസികളുടെ അവരുടെ ആരാധനാപാത്രമായ മരങ്ങളെ വെട്ടി നശിപ്പിക്കുക, അവരുടെ വിശ്വാസത്തെ തകർക്കുകയാണ്. അവർക്കത് ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല. ആൻഡ് ദ വില്ലേജേഴ്സ് സേക്രഡ്, ഗ്രാമീണരുടെ വിശുദ്ധ വൃക്ഷവുമായിരുന്നു അവർ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഷീ ഹഗ്ഡ് ദ ട്രീസ് ആൻഡ് എൻകറേജ് അതേഴ്സ് ടു ഡു ദ സെയിം. അവർ മരത്തെ കെട്ടിപ്പിടിച്ചു നിന്നു, മറ്റുള്ളവരോടും അങ്ങനെ തന്നെ ചെയ്യാൻ ആവശ്യപ്പെട്ടു. വൈഷ്ണവ വില്ലേജേഴ്സ് വർ 363 വൈഷ്ണവ വില്ലേജേഴ്സ് വർ കിൽഡ് ഇൻ ദിസ് മൂവ്മെന്റ്. 363 വൈഷ്ണവ ഗ്രാമീണർ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടു. ദ വൈഷ്ണവ ട്രീ മാർട്ടേഴ്സ് വർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ടീച്ചിങ്സ് ഓഫ് ഗുരു മഹാരാജ് ജാംബാജി. വൈഷ്ണവ ട്രീക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷികളായവർ എങ്ങനെയാണ്? ഗുരു മഹാരാജ് ജാംബാജി എന്ന സന്യാസിയുടെ സ്വാധീനത്താലാണ് അവർ രക്തസാക്ഷികളായത്. ഹു ഫൗണ്ടഡ് ദ വൈഷ്ണവ ഫെയ്ത്ത് ഇൻ 1485. 1485ലാണ് വൈഷ്ണവ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം രൂപപ്പെടുന്നത്. ആൻഡ് സെറ്റ് ഫോർത്ത് പ്രിൻസിപ്പിൾസ് ഫോർബിഡിങ് ദ ഹാം ടു ട്രീസ് ആൻഡ് ആനിമൽസ്. അങ്ങനെ മൃഗങ്ങൾക്കും അതുപോലെ തന്നെ മരങ്ങൾക്കും ഒക്കെ ദോഷം വരുത്തുന്ന കാര്യങ്ങളെ തടയുക എന്നുള്ള തത്വമായിട്ടാണ് ഇവർ ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നത്. ദി വൈഷ്ണവ ട്രീ മാർട്ടേഴ്സ് വർ ഇൻഫ്ലുവൻസ്ഡ് ബൈ. വൈഷ്ണവ ട്രീ മാർട്ടേഴ്സ് എന്തിനാലാണ് ഇൻഫ്ലുവൻസ്ഡ് ആയത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവരുടെ ഗുരുവായിട്ടുള്ള മഹാരാജ് ജാംബാജിയുടെ ടീച്ചിങ്, പ്രബോധനത്താലാണ്. Who founded the Vaishnava faith in 1485. 1485ലാണ് അദ്ദേഹം വൈഷ്ണവ വിശ്വാസം രൂപപ്പെടുത്തിയെടുക്കുന്നത്. ആൻഡ് സെറ്റ് ഫോർത്ത് പ്രിൻസിപ്പിൾസ് ഫോർബിഡിങ് ഹാം ടു ട്രീസ് ആൻഡ് ആനിമൽസ്. മൃഗങ്ങളെയും ആനിമൽസിനെയും ഒക്കെ ദോഷം വരുത്തുക, ഉപദ്രവിക്കുക എന്ന പദ്ധതിക്കെതിരായിരുന്നു ഇത്. ദ കിങ് ഹു കെയിം ടു നോ അബൌട്ട് ദീസ് ഈവൻറ്റ്സ്. ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാനിടയായ രാജാവ് റഷ്ഡ് ടു ദ വില്ലേജ്, ഗ്രാമത്തിലേക്ക് കുതിച്ചെത്തി. ആൻഡ് അപ്പോളജൈസ്ഡ്, എന്നിട്ട് മാപ്പ് ചോദിച്ചു. ഓർഡറിംഗ് ദ സോൾജേഴ്സ് ടു സീസ് ലോഗിംഗ് ഓപ്പറേഷൻസ്. മരം തടി വെട്ടിയെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോഗിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, അത് സ്റ്റോപ്പ് ചെയ്യാൻ, സീസ് ചെയ്യുക എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യുക, അതിന് ഓർഡർ ഇട്ടു. സൂൺ ആഫ്റ്റർവേർഡ്സ്, അതിനുശേഷം അധികം വൈകാതെ ദി മഹാരാജ ഡെസിഗ്നേറ്റഡ് ദ വൈഷ്ണവ സ്റ്റേറ്റ് ആസ് എ പ്രൊട്ടക്റ്റഡ് ഏരിയ. മഹാരാജാവ് വൈഷ്ണവ സ്റ്റേറ്റിനെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് അദ്ദേഹം അതിനെ പ്രഖ്യാപിച്ചു. ഫോർബിഡിങ് ഹാം ടു ട്രീസ് ആൻഡ് ആനിമൽസ്. മൃഗങ്ങൾക്കും അതുപോലെ തന്നെ മരങ്ങൾക്കും യാതൊരു ദോഷവും വരുത്തരുത് എന്ന് വിലക്കി. ദിസ് ലെജിസ്ലേഷൻ സ്റ്റിൽ എക്സിസ്റ്റ് ടുഡേ ഇൻ ദിസ് റീജിയൻ. ഈ നിയമനിർമ്മാണം ഇന്നും ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇനി മറ്റൊരു, ഇപ്പോൾ ഇത് വൈഷ്ണവ മൂവ്മെന്റ് ഒരു NGO മൂവ്മെന്റ് ആണ്. രണ്ടാമത്തേത് ചിപ്കോ മൂവ്മെന്റ് ആണ്.
1973-ലാണ്. മറ്റേത് 1400-കളിലാണെങ്കിൽ ഇത് 1900-ആണ്. 500 വർഷത്തിനിപ്പുറമാണ്. ഇതിന്റെ സ്ഥലം എന്ന് പറയുന്നത് തെഹ്രി ഗാർവാൾ ഡിസ്ട്രിക്റ്റ്, ഉത്തരാഖണ്ഡിലാണ്. ചമോലി എന്ന് പറയുന്ന ജില്ലയാണ്. ഇതിന്റെ നേതാക്കള് സുന്ദർലാൽ ബഹുഗുണ, അതുപോലെ തന്നെ ഗൗറ ദേവി, അതുപോലെ തന്നെ സുദേശ ദേവി, ബച്ചിനി ദേവി, ചന്ദിപ്രസാദ് ഭട്ട്, ഗോവിന്ദ് സിംഗ് റാവത്ത്, ധൂം സിംഗ് നെഗി, ഷംഷീർ സിംഗ് ബിസ്റ്റ്, അതുപോലെ തന്നെ ഘനശ്യാം റൌട്രി എന്നിവരാണ് ഇതിന്റെ നേതാക്കന്മാരായി പ്രവർത്തിച്ചത്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം, ദ മെയിൻ ഒബ്ജക്റ്റീവ് വാസ് ടു പ്രൊട്ടക്ട് ദ ട്രീസ് ഓൺ ദ ഹിമാലയൻ സ്ലോപ്സ്. ഹിമാലയൻ താഴ്വാരങ്ങളിലുള്ള മരങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഫ്രം ദ ആക്സസ് ഓഫ് കോൺട്രാക്ടേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ്, വനം വെട്ടിത്തെളിക്കാൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാരുടെ മഴുവിൽ നിന്നും, അവരുടെ കോടാലിമുനയിൽ നിന്നും വനത്തെ രക്ഷിക്കുക, ഹിമാലയൻ താഴ്വരയിലെ മരങ്ങളെയും വനത്തെയും രക്ഷിക്കുക എന്നതാണ്. നമ്മൾ ഇതിലെ നേതാക്കന്മാരിൽ എല്ലാവരുടെയും പേര് അറിയണമെന്നില്ല. സുന്ദർലാൽ ബഹുഗുണ, ചാന്ദിനി പ്രസാദ് ഭട്ട് ഇവയൊക്കെ പ്രശസ്തരാണ്. ഇനി വാട്ട് വാസ് ഇറ്റ് ഓൾ അബൌട്ട്? എന്തായിരുന്നു പ്രശ്നം? മിസ്റ്റർ ബഹുഗുണ എൻലൈറ്റൻഡ് ദ വില്ലേജേഴ്സ് ബൈ കൺവേയിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീസ് ഇൻ ദ എൻവയോൺമെന്റ്. പരിസ്ഥിതിയിൽ മരങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് ഗ്രാമീണരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് മിസ്റ്റർ ബഹുഗുണയ്ക്ക് കഴിഞ്ഞു. വിച്ച് ചെക്സ് ദ എറോഷൻ ഓഫ് സോയിൽ, മണ്ണൊലിപ്പിനെ തടയുന്നു. കോസസ് റെയിൻ, മഴയ്ക്ക് കാരണമാവുന്നു. ആൻഡ് പ്രൊവൈഡ്സ് പ്യുവർ എയർ, ശുദ്ധവായു നൽകുന്നു. ഇതൊക്കെയാണ് മരങ്ങൾ ചെയ്യുന്നത് എന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. ദ വുമൺ ഓഫ് അദ്വാനി വില്ലേജ് ഓഫ് തെഹരി ഗാർവാൾ ടൈഡ് ദ സേക്രഡ് ട്രീസ് അറൌണ്ട് ദ ട്രങ്ക്സ് ഓഫ് ട്രീസ്. ഇനി സ്ത്രീകൾ ആ അദ്വാനി വില്ലേജിലെ, തെഹരി ഗാർവാളിലെ അദ്വാനി ഗ്രാമത്തിലെ സ്ത്രീകള് അവരുടെ വിശുദ്ധ നൂല്, ചരട് ഈ മരങ്ങൾക്ക് ചുറ്റും കെട്ടിയിട്ടു. അറൌണ്ട് ട്രങ്ക്സ് ഓഫ് ട്രീസ് ആൻഡ് ദേ ഹഗ്ഡ് ദ ട്രീസ്. എന്നിട്ടോ അവര് ഈ മരങ്ങളെ കെട്ടിപ്പിടിച്ചു. ഹെൻസ് ഇറ്റ് വാസ് കോൾഡ് ദ ചിപ്കോ മൂവ്മെന്റ്. അങ്ങനെയാണ് ഇത് ചിപ്കോ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്. ഓർ ഹഗ് ദ ട്രീ മൂവ്മെന്റ്, അതാണ് മരത്തെ കെട്ടിപ്പിടിക്കുക, മരത്തെ ആലിംഗനം ചെയ്യുക എന്ന പ്രസ്ഥാനം. ദി മെയിൻ ഡിമാൻഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ദീസ് പ്രൊട്ടസ്റ്റ് വാസ്, ഈ എതിർപ്പുകളിലൊക്കെ ആളുകളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഫോറസ്റ്റ് ഷുഡ് ഗോ ടു ദ ലോക്കൽ പീപ്പിൾ. വനത്തിന്റെ ബെനിഫിറ്റ് പ്രദേശത്തുള്ള ആൾക്കാരിലേക്ക് പോകണം എന്നായിരുന്നു. ചിപ്കോ മൂവ്മെന്റ് ഗ്യാതേർഡ് മൊമെന്റം ഇൻ 1978. 1978-ലാണ് ചിപ്കോ പ്രസ്ഥാനം അതിന്റെ ഊർജത്തോടുകൂടി, അത് ശക്തിയോടുകൂടി മുന്നോട്ട് വരുന്നത്, അതിനെ കരുത്താർജിക്കുന്നതെന്ന് പറയാം, മൊമെന്റം ഗ്യാദർ ചെയ്യുന്നതെന്ന് പറയാം. And the woman faced police firing and other tortures. അപ്പോൾ പോലീസ് ഫയറിംഗ് ഉണ്ടായി, പോലീസ് വെടിവയ്പ്പും മറ്റ് തരത്തിലുള്ള ടോർച്ചറുകൾ, പീഡനങ്ങളും ഉണ്ടായി. അപ്പോൾ ഇവിടെ ഹേമാവതി നന്ദൻ ബഹുഗുണ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ദെൻ ചീഫ് മിനിസ്റ്റർ ഹേമാവതി നന്ദൻ ബഹുഗുണ സെറ്റപ്പ് എ കമ്മിറ്റി ടു ലുക്ക് ഇൻ ടു ദ മാറ്റർ. ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം ഒരു കമ്മിറ്റി നിയോഗിച്ചു. വിച്ച് ഇവൻച്വലി റൂൾഡ് ഇൻ ഫേവർ ഓഫ് ദ വില്ലേജസ്. ഒടുവിൽ ആ കമ്മിറ്റിയുടെ തീരുമാനം, അന്തിമ തീരുമാനം ഗ്രാമീണർക്ക് അനുകൂലമായിരുന്നു. ദിസ് ബിക്കെയിം എ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇക്കോ ഡെവലപ്മെന്റ് സ്ട്രഗിൾസ് ഇൻ ദ റീജിയൻ. ആ പ്രദേശത്തുള്ള പരിസ്ഥിതി പരമായ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് ഒരു നല്ല വഴിത്തിരിവായി മാറി, അനുകൂലമായ വഴിത്തിരിവെന്ന് പറയാം. ആൻഡ് അറൗണ്ട് ദ വേൾഡ്. അവിടെ മാത്രമല്ല, ഈ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ വിജയം ലോകത്തിലെമ്പാടും ഒരു വലിയ വിജയമായിരുന്നു എന്ന് പറയാം. അടുത്തത് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ആണ്. 1978-ലാണ് ഈ പ്രസ്ഥാനം. ഇതിന്റെ പ്ലേസ്, ഇത് കേരളത്തിൽ തന്നെയുള്ള ഒരു പ്രസ്ഥാനമാണ് നമുക്കറിയാം. സൈലന്റ് വാലി എന്ന് പറയുന്നത് കേരളത്തിലെ ഉഷ്ണമേഖല, മഴക്കാട് എന്നൊക്കെ നമുക്ക് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്, പാലക്കാട് ജില്ലയിലാണ്. ഇതിന്റെ നേതാക്കന്മാരെന്ന് പറയുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, KSSP ആൻഡ് NGO, അതൊരു NGO ആണ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ആൻഡ് ദ പോയറ്റ് ആക്ടിവിസ്റ്റ് സുഗതകുമാരി, കവിയും പ്രശസ്ത കവയിത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുഗതകുമാരി played an important role in the Silent Valley protest. സൈലന്റ് വാലി എതിർപ്പുകളിൽ പ്രശസ്ത പങ്കുവഹിച്ചവരാണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത്, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ സൈലന്റ് വാലി, സൈലന്റ് വാലിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ദ മോസ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഫോം ബീങ് ഡിസ്ട്രോയിഡ് ബൈ എ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ഇനി ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെയോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ നിത്യഹരിത വനം അത് വെട്ടിത്തെളിക്കുക എന്നുള്ള പദ്ധതിയായിരുന്നു വാസ്തവത്തിൽ. ഒരു ജലവൈദ്യുത നിലയം സ്ഥാപിക്കുക എന്നായിരുന്നു ഉദ്ദേശം. വാട്ട് വാസ് ഇറ്റ് ഓൾ അബൌട്ട്? എന്തായിരുന്നു? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പ്രപ്പോസ്ഡ് എ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം അക്രോസ് ദ
കുന്തിപ്പുഴ റിവർ, കുന്തിപ്പുഴ എന്ന് പറയുന്ന പുഴയുടെ മുകളിൽ കൂടി ഒരു ജലവൈദ്യുത പദ്ധതിയും ഡാമും പണിയുക എന്നതാണ് KSEBിയുടെ പ്രോജക്റ്റ്. ആൻഡ് റൺസ് ത്രൂ സൈലന്റ് വാലി. ഈ പുഴയാകട്ടെ സൈലന്റ് വാലിയിലൂടെയാണ് ഒഴുകുന്നത്. ഇൻ ഫെബ്രുവരി 1973, 1973 ഫെബ്രുവരിയിൽ പ്ലാനിംഗ് കമ്മീഷൻ അപ്രൂവ്ഡ് ദ പ്രോജക്റ്റ് അറ്റ് കോസ്റ്റ് ഓഫ് അബൌട്ട് 25 crores. 25 കോടി എന്ന നിലയിൽ പ്ലാനിംഗ് കമ്മീഷൻ ഈ പ്രോജക്റ്റിന് അനുമതി കൊടുക്കുകയും ചെയ്തു. Many feared that the project would submerge 8.3 square kilometer of untouched moist evergreen forest. 8.3 സ്ക്വയർ കിലോമീറ്റർ ഈ എവർഗ്രീൻ നിത്യഹരിത വനം പൂർണ്ണമായും വെള്ളത്തിനടിയിൽപ്പെട്ട് മുങ്ങിപ്പോകുമെന്ന് പലരും, സബ്മർജഡായി പോകുമെന്ന് പലരും ഭയപ്പെട്ടു. സെവറൽ NGOs സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ദ പ്രോജക്റ്റ്. പല NGOകളും ഈ പ്രോജക്റ്റിനെതിരെ ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് വന്നു. ആൻഡ് അർജ്ഡ് ദ ഗവൺമെന്റ് ടു അബാൻഡൻ ഇറ്റ്. ഈ പദ്ധതിയെ ഉപേക്ഷിക്കുവാനായിട്ട് ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. ഇൻ ജാനുവരി 1981, 1981 ജനുവരി മാസത്തിൽ ബോയിങ് ടു അൺറിലന്റിംഗ് പബ്ലിക് പ്രഷർ, അതായത് നിർബാധം തുടരുന്ന പൊതുജന സമ്മർദ്ദം കാരണം ഇന്ദിരാഗാന്ധി ഡിക്ലെയർഡ് ദാറ്റ് സൈലന്റ് വാലി വിൽ ബി പ്രൊട്ടക്റ്റഡ്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു സൈലന്റ് വാലിയെ സംരക്ഷിക്കുമെന്ന്. ഇൻ ജൂൺ 1983, 1983 ജൂണിൽ സെന്റർ റീ എക്സാമിൻഡ് ദ ഇഷ്യൂ ത്രൂ എ കമ്മീഷൻ ചെയർഡ് ബൈ പ്രൊഫസർ MGK മേനോൻ. പ്രൊഫസർ MGK മേനോൻ ചെയർമാനായിട്ടൊരു പുതിയ കമ്മീഷൻ നിയമിച്ചു. ഈ പദ്ധതി പുനഃപരിശോധന നടത്തി 1983 ജൂൺ മാസത്തിൽ. നവംബർ 1983 സൈലന്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വാസ് കോൾഡ് അപ്പ്. അങ്ങനെ 1983 സൈലന്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചു. In 1985, Prime Minister Rajiv Gandhi formally inaugurated the Silent Valley National Park. എന്നിട്ട് 1985 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അടുത്തത് ജംഗൽ ബചാവോ ആന്തോളൻ എന്ന ഒരു ആശയമാണ്. അതും ഒരു NGO പ്രസ്ഥാനമായിരുന്നു. 1982 സിംഗ്ബം ജില്ല, ബീഹാറിലാണ് സിംഗ്ബം ജില്ല. ഇതിന്റെ നേതാക്കന്മാരെന്ന് പറയുന്നത് സിംഗ്ബം ഗ്രാമത്തിലെ ഗോത്ര വർഗക്കാരാണ്. എയിം എന്ന് പറയുന്നത് ഗവൺമെന്റ് അവിടെ സ്വാഭാവികമായുള്ള സാൽ വനങ്ങൾ വെട്ടിത്തെളിച്ചിട്ട് പകരം അവിടെ തേക്ക് നട്ടുപിടിക്കാനായിട്ട് ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്തു. അതിനെതിരെയാണ് ഈ പ്രൊട്ടസ്റ്റ് നടന്നത്. വാട്ട് വാസ് ഇറ്റ് ഓൾ അബൌട്ട്? ദ ട്രൈബൽസ് ഓഫ് ദ സിംഗ്ബം ഡിസ്ട്രിക്ട് ഓഫ് ബീഹാറിലെ സിംഗ്ബം ജില്ലയിലെ ഗോത്രവർഗക്കാര് സ്റ്റാർട്ടഡ് ദ പ്രൊട്ടസ്റ്റ് വെൻ ദ ഗവൺമെന്റ് ഡിസൈഡ് ടു റീപ്ലേസ് ദ നാച്ചുറൽ സാൽ ഫോറസ്റ്റ്. ഗവൺമെന്റ് അവിടുത്തെ നാച്ചുറൽ സാൽ ഫോറസ്റ്റ് റീപ്ലേസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോഴാണ് വിത്ത് ദ ഹൈലി പ്രൈസ്ഡ് ടീക്ക്, അവിടെ വളരെ വില കൂടിയ തേക്ക് മരം വെച്ചുപിടിപ്പിക്കാനാണ് പകരം പദ്ധതിയിട്ടത്. ദിസ് മൂവ് വാസ് കോൾഡ് ബൈ മെനി ഗ്രീഡ് ഗെയിം പൊളിറ്റിക്കൽ പോപ്പുലിസം എന്ന്. അതായത് ഇത് അത്യാഗ്രഹത്തിന്റെ രാഷ്ട്രീയ പ്രചാരണം എന്നൊക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ വിനോദം എന്നൊക്കെയാണ് പലരും ഇതിനെ വിളിച്ചത്. ലേറ്റർ ദിസ് മൂവ്മെന്റ് സ്പ്രെഡ് ടു ജാർഖണ്ഡ് ആൻഡ് ഒറീസ. പിന്നീട് ഈ പ്രസ്ഥാനം ജാർഖണ്ഡിലേക്കും ഒറീസയിലേക്കും കൂടി വ്യാപിച്ചു എന്നുള്ളതാണ് പറഞ്ഞു വരണേ. അടുത്ത അഞ്ചാമത്തെ ഒരു NGO മൂവ്മെന്റ് എന്ന് പറയുന്ന അപ്പിക്കോ മൂവ്മെന്റ് ആണ്. 1983 ഉത്തര കന്നഡയിലാണ്, ഷിമോഗ ജില്ലയിലാണ്, കർണാടകയിലെ ആണ് ഇതുള്ളത്. അപ്പിക്കോസ് ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ലൈ ഇൻ ഇറ്റ് ബീയിങ് neither driven by a personality nor having been formally constitutionalized. അത് ഔപചാരികമായി തട്ടിക്കൂട്ടിയ സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ വൈശിഷ്ട്യത്തിൽ രൂപപ്പെട്ട് മുന്നോട്ട് നയിക്കപ്പെട്ട സംഘടനയോ അല്ല എന്നുള്ളതാണ് അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. ഹവർ ഇറ്റ് ഡസ് ഹാവ് എ ഫെസിലിറ്റേറ്റർ ഇൻ പാണ്ഡുരംഗ് ഹെഗ്ഡെ. പക്ഷേ പാണ്ഡുരംഗ് ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരു കർണാടകക്കാരനായിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റർ ഇതിനുണ്ടായിരുന്നു. He helped launch the movement in 1983. 1983 ഈ പ്രസ്ഥാനം തുടങ്ങാൻ അദ്ദേഹമാണ് കാരണക്കാരനായത്. ഇത് എയിം എന്താണ്? അഗേൻസ്റ്റ് ദ ഫെല്ലിംഗ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് നാച്ചുറൽ ഫോറസ്റ്റ്. സ്വാഭാവിക വനം വെട്ടിവീഴ്ത്തുക, വാണിജ്യവൽക്കരണം നടത്തുക എന്നതിനെതിരായിരുന്നു. ആൻഡ് റൂയിൻ ഓഫ് ഏൻഷ്യന്റ് ലിവ്ലിഹുഡ്, പുരാതനമായിട്ടുള്ള ഉപജീവന മാർഗം നശിപ്പിക്കുക എന്നൊക്കെ ഇതിനെതിരായിരുന്നു. വാട്ട് വാസ് ഇറ്റ് ഓൾ അബൌട്ട്? Can be said that the Appico movement is the southern version of the Chipko movement. Chipko movementന്റെ തെക്കേ ഇന്ത്യയിലെ ഒരു പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും തെറ്റില്ല. ദി അപ്പിക്കോ മൂവ്മെന്റ് വാസ് ലോക്കലി നോൺ ആസ് അപ്പിക്കോ ചുലാവാലി, അപ്പിക്കോ ചാലുവാലി എന്നും ഇതിനെ ലോക്കലായിട്ട് മറ്റൊരു പേര് പറയാറുണ്ട്. ദ ലോക്കൽസ് എംബ്രേസ്ഡ് ദ ട്രീസ് വിച്ച് വേർ ടു ബി കട്ട് ബൈ കോൺട്രാക്ടേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കോൺട്രാക്ടർമാർ മരം വെട്ടാൻ വരുമ്പോൾ അവർ ഇതിനെ കെട്ടിപ്പിടിക്കുമായിരുന്നു. ദി അപ്പിക്കോ മൂവ്മെന്റ് യൂസ്ഡ് വേരിയസ് ടെക്നിക്സ് ടു റേസ് അവയർനെസ്
ബോധവൽക്കരണത്തിനായി പല മാർഗ്ഗങ്ങൾ അവർ ഫോക്ക് ഡാൻസ് നടത്തി, സ്ട്രീറ്റ് പ്ലേ നടത്തി, തെരുവ് നാടകം നടത്തിയൊക്കെ ചെയ്തു. സെക്കൻഡ് ഏരിയ ഓഫ് ദ മൂവ്മെന്റ് വർക്ക് വാസ് ടു പ്രൊമോട്ട് അഫോറസ്റ്റേഷൻ ഓൺ denuded land.